ഒരു സംഭവ കഥ പറയാം. നമ്മുടെ ഈ അടുത്ത ദേശത്ത് സംഭവിച്ച ഒരു കാര്യമാണ്. രണ്ട് അയൽക്കാരുണ്ടായിരുന്നു. രണ്ടുപേരും പള്ളികളിൽ പോകുന്ന അല്ലെങ്കിൽ ക്രിസ്തീയ മതവിശ്വാസികളായിരുന്നു. അവർ രണ്ടുപേരും ഒരു പള്ളിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നതാണ് എൻ്റെ അറിവ്. പക്ഷേ ഇവർക്ക്, ഈ അയൽപക്കക്കാരായിരിക്കുന്ന ഇവർക്ക് വസ്തുവകകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനകത്ത് ഒരു അപ്പച്ചൻ എപ്പോഴും മറ്റേ അപ്പച്ചൻ്റെ അതിരുമാന്തം, അതിരുമാന്തൽ പരിപാടിയൊന്നുമില്ല, പണ്ടത്തെ കാര്യം, ഒരു 60 വർഷം മുമ്പ് നടന്ന സംഭവമാണ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഒരു 55 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. ഈ സംഭവങ്ങൾ നടന്നതിൽ ഒരുവൻ്റെ കൊച്ചുമോൻ എന്നോട് പറഞ്ഞ സാക്ഷ്യമാണിത്. അപ്പോൾ ഈ രണ്ട് അയൽക്കാരിലെ ഒരു അപ്പച്ചൻ വന്നിട്ട് മറ്റേ അപ്പച്ചൻ്റെ അതിരുമാന്തും. ആ അപ്പച്ചനും ഈ അപ്പച്ചനും കൂടെ എന്നും അടിയാണ്, പൂന്താലിക്കൈ കൊണ്ട് അടിക്കും. പിന്നെന്താണ്, ലോകത്തിലുള്ള സകല ചീത്തകളും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും. ഇങ്ങനെ കാലം കടന്നു പോയപ്പോൾ എൻ്റെ സ്നേഹിതൻ്റെ വല്യപ്പന് ഒരു ദിവസം അവൻ്റെ മകനോട് പറഞ്ഞാൽ നമുക്കിവിടെ ജീവിക്കണ്ട, ഇങ്ങനെ നമ്മളൊരു ക്രിസ്ത്യാനിയല്ലയോ, ഇങ്ങനെ ചീത്ത വിളിച്ചും ഇങ്ങനെ അടി ഉണ്ടാക്കി നമ്മൾ എത്ര നാൾ കഴിയും, അതുകൊണ്ടൊരു കാര്യം നമുക്ക് ചെയ്യാം, നമ്മൾ ഈ ദേശം വിട്ട് വേറെ എവിടെയും പോയി ജീവിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആ വസ്തു വിൽക്കാനൊന്നും പോയില്ല. അവർ അല്പം മാറി കിലോമീറ്ററുകൾ അകലെ മറ്റൊരു വീട് മേടിച്ച് അവിടെ ജീവിക്കുവാൻ തുടങ്ങി. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോഴേ ഈ പുതിയ വീട് മേടിച്ച അപ്പച്ചന് തൻ്റെ കൊച്ചുമോനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നീ ചെന്ന് ആ അപ്പച്ചനോട് പറയണം, ഞാൻ അദ്ദേഹത്തെ ഒത്തിരി ചീത്ത വിളിച്ചിട്ടുണ്ട്, ഞാൻ തല്ലിയിട്ടുണ്ട്, നീ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. കാരണം ഈ അപ്പച്ചൻ ഇപ്പോൾ എന്താണ്, കട്ടിലിൽ കിടക്കുകയാണ്, മരണാസന്നായിട്ട് കിടക്കുകയാണ്. അദ്ദേഹത്തിന് ഭയങ്കരമായിരിക്കുന്ന പാപബോധം തോന്നി, ഞാൻ ചെയ്ത് തെറ്റാണ്, എന്നെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ടല്ലോ എന്ന് അദ്ദേഹത്തിൻ്റെ ഹൃദയം പറഞ്ഞു. ഈ കൊച്ചുമോൻ ഒരു ദിവസം പ്രഭാതത്തിൽ മറ്റേ അപ്പച്ചൻ്റെ വീട്ടിലേക്ക് നടന്നു പോവുകയാണ്. അന്ന് വാഹനമൊന്നുമില്ല, ഫോണുമില്ല. അവൻ നടന്ന് 2-3 കിലോമീറ്റർ നടന്ന അന്ന് അതിരുമാന്തി അപ്പച്ചൻ്റെ വീട്ടിൽ ചെന്നു. അപ്പച്ചൻ നല്ല ആരോഗ്യത്തോടു കൂടെ ഇരിക്കുന്നു, ഒരു വടിയൊക്കെ കൈ പിടിച്ച് ഇങ്ങനെ ചാരികസയിൽ ഇരിക്കുകയാണ്. അപ്പോഴേ കൊച്ചുമോൻ ചെന്നപ്പോൾ ചോദിച്ചു, എന്തിനാണ് എൻ്റെ വീട്ടിൽ കയറിയെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, അതെ എൻ്റെ അപ്പച്ചൻ പറഞ്ഞു അപ്പച്ചനോട് ക്ഷമ പറയണം, ഞാൻ അപ്പച്ചനോട് ഒത്തിരി തെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അപ്പച്ചനോട് ഞാൻ ക്ഷമ ചോദിച്ചു എന്ന് പറയണമെന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചാന്ന് പറഞ്ഞു. അപ്പോഴെന്താണ്, ഈ അതിരുമാന്തിയ ചാരികസയിൽ കിടക്കുന്ന അപ്പച്ചൻ ഒരു കുറുവടിയുമായിട്ട് മുറ്റത്തേക്ക് ചാടി ഇറങ്ങിയിട്ട് ഈ കൊച്ചുമോനെ ചീത്ത വിളിച്ചിട്ട് ഓടിച്ചു. എൻ്റെ അതിനകത്ത് കയറാൻ ആര് പറഞ്ഞാൽ ഓർഡറാന്ന് പറഞ്ഞ് ഓടിച്ചു. ഇവനൊരു കൊച്ചുകുട്ടി അതുകൊണ്ട് പേടിച്ച് അവിടെ ഓടി ഇങ്ങി പോകുന്നു കേട്ടോ. എന്നാൽ അങ്ങനെ ഈ മറ്റേ അപ്പച്ചൻ, ശയ്യയിൽ കിടന്ന അപ്പച്ചൻ മരിച്ചും പോയി. പിന്നെയും വർഷങ്ങൾ കുറച്ച് കഴിഞ്ഞു പോയി. ഏതാനും വർഷങ്ങൾ കൂടെ കഴിഞ്ഞപ്പോഴേ ഈ കൊച്ചുമകനെ വടിയെടുത്ത് അടിച്ചോടിച്ച ഈ അപ്പച്ചൻ ഒരു ദിവസം ഈ മരിച്ചുപോയ അപ്പച്ചൻ്റെ വീട്ടുമുറ്റത്തൊരു വടിയും കുത്തിപ്പിടിച്ച് കൂനി കടന്നു വരികയാണ്. നടക്കാനൊന്നും വയ്യ, എന്നാലും വളരെ വിഷമിച്ച് കടന്നു വരികയാണ്. അപ്പോൾ ഈ കൊച്ചുമോൻ ചോദിച്ചു, എന്തിനാണ് എൻ്റെ വീട്ടിൽ വന്നത്, എന്താണ് കാര്യമെന്ന് ചോദിച്ചു. ഈ കൊച്ചുമോൻ ഇച്ചിരി കൂടെ വിവരമുള്ളവനാ. അവൻ പറഞ്ഞടാ, നിന്റെ വല്യപ്പച്ചന് പണ്ട് എന്നോട് ക്ഷമ പറയാനായിട്ട് നിന്നെ വിട്ടു, പക്ഷെ ഞാൻ അഹങ്കാരിയായിട്ട് നിന്നെ ഓടിച്ചു വിട്ടു. അദ്ദേഹം എന്നോട് ക്ഷമ പറഞ്ഞത് അംഗീകരിക്കാൻ എനിക്ക് പറ്റിയില്ല. ഇതാ ഇപ്പം ഞാനും മരിക്കുവാൻ പോവുകയാണ്, എൻ്റെ സമയം ഏതാണ്ട് തീർന്നിരിക്കുന്നു. എന്നാലും എൻ്റെ മോനെ നീ എന്നോട് ക്ഷമിക്കണോടാ, അന്ന് ഞാൻ നിന്നെ ഉപദ്രവിച്ചാൽ നീ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് വല്യപ്പൻ മടങ്ങിപ്പോയി. പ്രിയപ്പെട്ടവരെ, ചാകാറായപ്പോൾ എവിടുന്നായി പാപബോധം വന്നത്? പ്രിയപ്പെട്ടതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? നമ്മൾ പാട്ട് പാടിയപ്പോൾ ഒരു കാര്യം കേട്ടു, എൻ്റെ ദേശം ഇതല്ല, അക്കരെയാണ് എൻ്റെ വാസസ്ഥലമെന്ന് നമ്മൾ പാടിയെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിലെ ജീവിതം നമുക്ക് നശ്വരമല്ല. ഈ ഭൂമിയിലെ ജീവിതം തീർന്ന് ഒരു ദിവസം നമ്മൾ മരിക്കേണ്ടത് ആവശ്യമായിരിക്കാലും, മരിച്ചതിന് ശേഷം യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നമ്മൾ നിൽക്കേണ്ടത് ആവശ്യമായിരിക്കാലും, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭൂമിയിൽ ക്ഷമിക്കപ്പെടാത്ത പാപങ്ങൾ ദൈവം നമ്മളോട് ക്ഷമിക്കത്തില്ല. ഭൂമിയിൽ നമ്മൾ ക്ഷമിക്കുന്നുവെങ്കിൽ ദൈവവും നമ്മളോട് ക്ഷമിക്കും. ഈ ഒരു ബോധം ഈ അപ്പച്ചന്മാർക്ക് മരണസമയം ഉണ്ടായത്, പക്ഷെ ഒരു പ്രയോജനം ഉണ്ടായില്ല. ജീവിച്ചിരിക്കുമ്പോൾ തമ്മിൽ ക്ഷമ പറയുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, മരിച്ചതിന് ശേഷം നിന്റെ പള്ളിയിലെ പുരോഹിതൻ നിനക്ക് വേണ്ടി ധൂപപ്രാർത്ഥന ചെയ്താൽ നീ സ്വർഗത്തിൽ പോകുമോ? ഒരു നാളുമില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇത്രയും പറഞ്ഞു നിർത്തിയ കാര്യം എന്താണ്? നിങ്ങൾ ചിലർ അങ്ങനെയാണ് എന്ന്